ഹായ് ഗൈസ്, വെൽക്കം ടു വോയിസ് ഓഫ് കെ. ഇന്ന് എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല കേട്ടോ, നാളെ. അപ്പോ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഏതെങ്കിലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോ വണ്ടി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു പുതിയൊരു മോഡലൊക്കെ വരുന്നുണ്ട്. അപ്പോ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്യുന്ന ഒരു സ്ലിപ്പാ കിട്ടാം. തൽക്കാലം ഇപ്പൊ ഒരു സ്ലിപ്പേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വണ്ടി കിട്ടാനും കുറച്ച് ഡിലേ ആണ്. പിന്നെ പുതിയ മോഡൽ വരികയാണെങ്കിൽ അതെടുക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതെടുക്കണം, കുറച്ച് പടക്കം വാങ്ങിക്കണം. മഴയാണ്, പടക്കം പൊട്ടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കേക്ക് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ആദ്യം ഏതെല്ലാം പോയി നോക്കാം. ഓക്കെ, അറിയില്ല, അവരവിടെ ബുക്ക് ചെയ്ത് ഇതൊക്കെ അവിടെ എടുത്തു വെക്കാന്ന് പറഞ്ഞു. അത് പാക്ക് ചെയ്ത് സർപ്രൈസ് ആയിട്ട് അത് കൊടുത്തു നോക്കാം. പിന്നെ ഇപ്പൊ ഞാനുള്ളത് എന്റെ നാട്ടിൽ ഈ ഭംഗിയുള്ള ഒരു പാലത്തിന്റെ മുകളിലാണ്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അപ്പോ നമുക്ക് നേരെ ഏതറിലേക്ക് പോകാം. ഇന്ന് രാവിലെ മുതൽ നല്ല വർക്കായോണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറെ സെറ്റപ്പ് എന്തെങ്കിലും ഞാൻ കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് അവിടെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ഈ ബുക്ക് ചെയ്തിട്ട് ഇതൊന്ന് കൊടുക്കാം. അല്ലാതെ ഇപ്പോഴത്തേലും വേറൊരു വഴി ഞാൻ കാണുന്നില്ല. യെസ്, അപ്പോ നേരെ ഏതറിലേക്ക്. അങ്ങനെ തലശ്ശേരി ഏതറിന്റെ മുന്നിലെത്തി. കണ്ടോ, വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞല്ലോ. വണ്ടി ഒന്ന് കൊണ്ടടിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സെക്യൂരിറ്റി ചേട്ടനുണ്ട്. നോക്കാം. കവറിലിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതില് കവറേ ഉള്ളൂ. വണ്ടി ബുക്ക് ചെയ്തിട്ട് താങ്ക് യു. കറക്റ്റ് സമയത്ത് കറക്റ്റ് ചെയ്താണ്ട് ഗൈസ്. അങ്ങനെ കറക്റ്റ് സമയത്ത് ഏതെല്ലാം ആൾക്കാർ ഉത്തരവാദിത്തത്തോടുകൂടി സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതില്ലെങ്കിൽ മൂഞ്ചി പോയാനെ ഞാൻ. അപ്പോ ഇനി രാത്രി കാണാം. വണ്ടിയൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഗൈസ്, അങ്ങനെ ഫാൻസി ഷോപ്പ് പോയിട്ട് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ്. ഇനി ഒരു കേക്ക് മുറിക്കേണ്ട സ്ഥലം കണ്ടെത്തണം. കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു സ്ഥലവും കൂടി കണ്ടെത്താം. നമുക്കൊന്ന് നോക്കി നോക്കാം. ഗൈസ്, അപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു പടക്കം മേടിച്ചാല്. ഈ പടക്കമില്ലാത്തതിന്റെ ഒരു കുറവ് വേണ്ട, കത്തട്ടെ അങ്ങനെ. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ച സാധനങ്ങളൊന്നും കാണിച്ച് ശരിയാവില്ല. അങ്ങനെ അവർക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള സാധനമൊക്കെ വണ്ടിയിൽ സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കേക്ക് ഉണ്ട്, പിന്നെ സർപ്രൈസ് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നേരെ പോയിട്ട് അവിടെ പനിയുടെ ഒപ്പം അവിടെ ഉണ്ട്. ഇനി നേരെ പോയിട്ട് അവളെ വിളിച്ച് കാറ് കയറ്റണം, പിന്നെ ഗിഫ്റ്റ് കൊടുക്കണം, പടക്കം പൊട്ടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. എങ്ങനെയുണ്ട്? കാറിൽ സെറ്റാക്കിയിട്ട് ബോറൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ഗൈസ്, അങ്ങനെ മാള് കൂടി ഉണ്ട്. ഞാൻ ആരോടും പറയാണ്ട് വണ്ടി എടുത്ത് കുറച്ച് കേക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അവൾ ബ്രദറിൻ്റെയും കസിൻ്റെ ഒക്കെ അപ്പുറത്തെ സൈഡിലുള്ളത്. ഇപ്പം മാള് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഈ കേക്കെല്ലാം മുറിക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സർപ്രൈസ് എല്ലാം കൊടുക്കുന്നത്. ചിലപ്പോൾ പാളിപ്പോവും, എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്യാം. ലൈറ്റ് ഓഫ് ആക്കിയിട്ടേക്കാം. വാ, കേറി. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേറി. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നാ വേണ്ട എനിക്ക് ഫേവറേറ്റ് എന്നാ വേണ്ടേ? ആദ്യം നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാം. തുറക്കുക.
ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ല. പ്രശ്നമുണ്ടാ? Happy birthday to you. Happy birthday to you. Happy birthday to you, dear Malu. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Malu. മുറിക്കണം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വളരെയധികം പ്രതീക്ഷിച്ചിട്ട് ഇത്തരത്തിലൊരു എന്താ പറയാ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആള് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഡിയർ മാളു. Happy birthday to you. So guys, ഇങ്ങനെ കുറേ നാള് ചിന്തിച്ചിരുന്നിട്ടാണ് ഇങ്ങനെ കാറിനുള്ളിൽ കേക്ക് മുറിക്കാനൊക്കെ എനിക്ക് തോന്നിയത്. മാളു, ഈ സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? മറ്റേ വീട്ടിൽ പോയി തുറന്നു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ കാണിക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ ഒരുപാട് നാള് വിചാരിച്ചതാണ് ഇത്തരത്തിലൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയത്. സർപ്രൈസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു. മാളു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മനസ്സറിഞ്ഞു പറയും, ചിരി ചിരി. അപ്പോ ഈ ബർത്ത്ഡേക്ക് അമ്മേനെയും ഏട്ടന്മാരെയും എല്ലാരും മിസ് ചെയ്യുന്നുണ്ടോ നീ? അമ്മയും ഏട്ടന്മാരൊക്കെ തരുന്ന ബർത്ത്ഡേ ആണോ ഞാൻ തരുന്ന ബർത്ത്ഡേ ആണോ ഏറ്റവും നല്ല? ഓക്കെ, ആമീനെയും അമ്മേനെയും എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. ഏട്ടന്മാരെല്ലാം നല്ലോണം മിസ് ചെയ്യുന്നുണ്ടോ? അവരൊക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു പറയട്ടെ എന്നോട് കാര്യം. വിളിക്കൊന്ന് പ്രതീക്ഷിക്കുന്നു. കേക്കിന്റെ പകുതി തീർന്നിരിക്കുന്നു ഗൈസ്. ഇനി പുറത്തേക്ക് ഇറങ്ങി, ഇങ്ങനെ കിട്ടില്ല സാധനം ഉണ്ട്. കാറിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്? നൈസായിനാ? പുറത്തേക്ക് ഇറങ്ങി. വെരിയോടല്ല സ്ഥിതി. ഇനി നമുക്ക് പടക്കം പൊട്ടിക്കാം. ക്യാമറ ഓഫ് ആക്കാം.